മഞ്ചേരിയിലെ പയ്യനാട് സ്റ്റേഡിയത്തിലേക്ക് ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു. എലൈറ്റ് കേരള പ്രീമിയർ ലീഗ് 2024-2025 സീസണിലെ മാച്ച് നമ്പർ 45 കേരള ബ്ലാസ്റ്റേഴ്സ് FC നേരിടുന്നു കേരള യുണൈറ്റഡിനെ. കേരള യുണൈറ്റഡിന്റെ ടച്ചോടുകൂടി ഇന്നത്തെ ഈ മത്സരം ആരംഭിക്കുകയാണ്. വീണ്ടും സെയിലോയിലേക്ക്, സെയിലോയിൽ നിന്നും ശ്രീജിത്ത്, തുഫൈൽ. ഓ ബ്യൂട്ടിഫുൾ, നല്ല രീതിയിലുള്ള കളി കാണാൻ കഴിയുന്നു ഈ ഒരു സിറ്റുവേഷനിൽ. ആൻഡ് ബ്യൂട്ടിഫുൾ സേവ്, ഒരു കോർണർ കിക്ക് നേടിയെടുക്കുകയാണ്. ഇതോടൊപ്പം തന്നെ കേരള യുണൈറ്റഡ് നല്ല എക്സിക്യൂഷൻ ആണ് ഇവിടെ കേരള യുണൈറ്റഡിന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇത്തവണ ഗ്രൗണ്ട് ബോൾ ആണ്. വിവാൻ ഇടപെടുകയാണ് ഈ ഒരു സിറ്റുവേഷനിൽ. അപകടം മാറുന്നില്ല ഇപ്പോഴും. ശ്രീജിത്തിന്റെ കാലുകളിലാണ്. ശ്രീജിത്ത് ഒരു ക്രോസ് കൊടുക്കുകയാണ്. ഇവിടെ ഒരു ആശയക്കുഴപ്പമുണ്ട്. ആൻഡ് ക്രൈഗ് രക്ഷപ്പെടുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് FC. ഒരു സുവർണ അവസരമായിരുന്നു ക്രൈഗിനെ സംബന്ധിച്ച് കേരള യുണൈറ്റഡിന്റെ മുന്നിലേക്ക് എത്തിക്കാനായി. നോക്കുക, കേരള ബ്ലാസ്റ്റേഴ്സ് FC നല്ല രീതിയിൽ ആന്റിസിപ്പേഷനോട് കൂടിയാണ് ഈ മത്സരത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴൊക്കെ കേരള യുണൈറ്റഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പെനട്രേഷൻ പാസ് ആണ് അവിടെ നൽകിയതും. പെനാൽറ്റി, യെസ് പെനാൽറ്റി, കേരള യുണൈറ്റഡിന് അനുകൂലമായി പെനാൽറ്റി വിധിക്കപ്പെടുകയാണ് ഈ ഒരു മത്സരത്തിന്റെ 41ാമത്തെ മിനിറ്റിൽ. മുനസ്, ജേഴ്സി നമ്പർ 4, കേരള യുണൈറ്റഡ്. മുനസ് നേടുന്നു ആദ്യത്തെ ഗോൾ കേരള യുണൈറ്റഡിന് അനുകൂലമായി മത്സരത്തിന്റെ 42ാമത്തെ മിനിറ്റിൽ. മുനസിന്റെ പേരിൽ കുറിക്കപ്പെടുന്ന ആദ്യത്തെ ഗോളാണ് എലൈറ്റ് കേരള പ്രീമിയർ ലീഗിൽ. ഏത് നിമിഷവും ആദ്യ പകുതിയുടെ വിസിൽ വരാം. യെസ്, ഒന്നാം പകുതിയുടെ വിസിൽ വന്നിരിക്കുകയാണ്. എതിരില്ലാത്ത ഒരു ഗോളിന് കേരള യുണൈറ്റഡിന് ലീഡ് തുടരാൻ സാധിക്കുന്നു ഈ മത്സരത്തിൽ. ഹെഡർ ചെയ്ത അപകടം ഒഴിവാക്കുകയാണ് ക്രൈഗ്. ആൻഡ് ഒരു പവർഫുൾ ഷോട്ട്, രക്ഷപ്പെടുന്നു. വലത് വിങ്ങിൽ കൂടി ഒരു ക്രോസ് കൊടുക്കാനുള്ള ശ്രമം മലയും. ആൻഡ് ട്രിബിൾ ചെയ്യാൻ ആൻഡ് ഒരു ഷോട്ട് എടുക്കാനുള്ള ശ്രമം. ഓഫ് ഗോൾ കീപ്പർ ഹെഡർ ക്ലിയറൻസ് ചെയ്ത അപകടം ഒഴിവാക്കുകയാണ്. വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് FC ഒരു പവർഫുൾ ഷോട്ട്. നല്ലൊരു ട്രിബിളിംഗ് ആണ് എബിൻ. നിഷാം ഗോൾ കണ്ടെത്താനുള്ള ശ്രമം പാഴാക്കി കളയുകയാണ് നിഷാം. ആൻഡ് അബിൻ ആന്റണി മൂവ്മെന്റ്സുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അബിൻ ആന്റണി ഒരു ടാക്ടിക്കലി ഉള്ള മൂവ്മെന്റ്. അബിൻ ആന്റണി, കേരള യുണൈറ്റഡ് അടിക്കുന്നു രണ്ടാമത്തെ ഗോൾ. അബിൻ ആന്റണിയുടെ എവിടെ നിന്നാണ് അബിൻ ആന്റണി ആ പന്ത് റിക്കവർ ചെയ്ത് എടുത്ത് വരുന്നതെന്ന് നോക്കുക. ഗോൾ കീപ്പറെ ഒന്ന് നോക്കുന്നു. സഡൻ ആയിട്ട് തന്നെ ഒരു ഷോട്ട് എടുക്കുന്നു. ഗോൾ കീപ്പറുടെ തലയ്ക്ക് മുകളിലൂടെ ഗോൾ വലയിലേക്ക് എത്തിച്ചുകൊണ്ട് കേരള യുണൈറ്റഡിനെ മുന്നിൽ എത്തിച്ചിരിക്കും. മുനസിന്റെ ഫ്രീ കിക്കോട് കൂടി തന്നെ ഫൈനൽ വിസിലും വന്നിരിക്കുന്നു. എതിരില്ലാത്ത 2 ഗോളിന് കേരള യുണൈറ്റഡ് ഈ മത്സരം വിജയിച്ചിരിക്കുന്നു. ആൻഡ് ഫുൾ ടൈം സ്കോർ കേരള യുണൈറ്റഡ് 2 കേരള ബ്ലാസ്റ്റേഴ്സ് FC 0.